സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ സ്പ്ലിറ്റൻസിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അതായത് നമ്മളാണെങ്കിൽ കുറേ റൊട്ടീൻസ് അല്ലെങ്കിൽ ഹെയർ കെയർ ടിപ്സ് അല്ലെങ്കിൽ ഹെയർ കെയർ ഒന്നും തന്നെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള സ്പ്ലിറ്റൻസ് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മുടി വളരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെമഡീസും അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ബൃന്ദ. നിങ്ങൾക്കാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ. സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 85-90% നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്പ്ലിറ്റൻസ് വരാതെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ മുടിയാണ് വെട്ടേണ്ട കാര്യമില്ല. കാരണം കൂടുതൽ പേർക്കുള്ള ചിന്ത എന്ന് വെച്ചാൽ സ്പ്ലിറ്റൻസ് വരുമ്പോഴേ എല്ലാവരും മുടി വെട്ടുകയാണ്. അപ്പം അങ്ങനെ വെട്ടാതിരിക്കാതെ തന്നെ നമ്മുടെ മുടി മെയിൻറ്റെയിൻ ചെയ്തും പോകാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഫസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ പലരും ആണെങ്കിൽ കുളി കഴിഞ്ഞ് തോർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലായിരിക്കും അല്ലേ. അതായത് കുറച്ച് പേര് തോർത്ത് വെച്ചാക്കുക അല്ലെങ്കിൽ ടർക്കി വെച്ചാക്കുക അങ്ങനെയായിരിക്കും നമ്മൾ തോർത്താറ്. അതുപോലെ തന്നെ കൂടുതൽ പേര് ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ തല തോർത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചടിച്ചിട്ടാണ് നമ്മൾ പലരും തല തോർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ തോർത്താറില്ല. പണ്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു തോർത്തിക്കൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായാലും നമ്മുടെ വല്യമ്മമാരെല്ലാം പണ്ട് കാലങ്ങളുള്ളവരെല്ലാം അങ്ങനെ അടിച്ചടിച്ചാണ് മുടി തോർത്താറുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ മുടി തോർത്താതിരിക്കാം. കാരണം അങ്ങനെ അടിച്ചടിച്ച് മുടി തോർത്തുവാണെങ്കിൽ അവിടെ ഒരു വലിച്ചിലുണ്ടാകുകയും അപ്പോൾ അവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ ഒരയുമല്ലോ. അപ്പോൾ ഒരയുമ്പോഴത്തേക്ക് സ്പ്ലിറ്റൻസ് കൂടാനുള്ള ചാൻസ് ഏറെയാണ്. കൂടാനുള്ള ചാൻസ് ഏറെ എന്നല്ല, അങ്ങനെയാണ് കൂടുതൽ ഈ സ്പ്ലിറ്റൻസ് വരാറുള്ളത്. അപ്പം നിങ്ങളാണെങ്കിൽ ഇങ്ങനെ തല്ലി മുടി അങ്ങനെ തോർത്താതിരിക്കുക. അങ്ങനെ തോർത്താതിരിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പകുതിയോളം നിങ്ങളുടെ സ്പ്ലിറ്റൻസ് ഒഴിവായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ തോർത്തേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തുണി എടുത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ തലയിൽ നല്ല രീതിയിൽ ഉണക്കിയിട്ട് നമ്മുടെ മുടി ഉണ്ടല്ലോ, മുടി ഇങ്ങനെ ഒരു ഒപ്പി നമ്മൾ എടുക്കാറില്ല, ആ ഒരു ടൈപ്പ് വേണം നമ്മുടെ മുടി തോർത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റൻസ് കൂടും. നമ്മുടെ ഏറ്റവും കൂടുതലും സ്പ്ലിറ്റൻസ് കൂടുന്നത് നമ്മൾ ഈ കുളിച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ മുടിയാണെങ്കിൽ ഉണക്കുമല്ലോ, ആ രീതി എങ്ങനെയാണോ അതനുസരിച്ചാണ് സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ മുടിയിലാണെങ്കിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ഒപ്പി വേണം എടുക്കാൻ. തലയിലൊക്കെ നല്ല രീതിയിൽ തോർത്തിക്കണം. പക്ഷെ മുടിയാണെങ്കിൽ നമ്മൾ ഒപ്പി മാത്രം എടുത്താൽ നമ്മുടെ പകുതിയോളമുള്ള ആ ഒരു പകുതി സ്പ്ലിറ്റൻസ് തന്നെ നമുക്ക് മാറി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, അതായത് മുടി ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ മുടി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മുടി പൊട്ടിപ്പോകാറുണ്ട്. ഈ പൊട്ടിപ്പോകുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഒരുപോലെയല്ല, പല പല രീതിയിലായിരിക്കും സ്പ്ലിറ്റൻസ്. ചിലർക്കാണെങ്കിൽ കുത്തു പോലെ കാണും. അതല്ലെങ്കിൽ ഒരു മുടിയിൽ ഇങ്ങനെ പല തരത്തിലുള്ള മുടിയായിട്ടാകും സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പലർക്കും പല ടൈപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ നിങ്ങൾ ചെയ്യാതിരിക്കുക. എപ്പോഴും ചെയ്യുക. ഇപ്പം അഥവാ ചെയ്യണം അല്ലെങ്കിൽ ചീവി ഒതുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കെട്ടി വെക്കണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ട് ഓയിൽ തേച്ചിട്ട് വേണം നിങ്ങൾ അന്ന് മുടി ചെയ്യുവാനായിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മുടി ഡ്രൈ ആയിട്ടുള്ള സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ആണെങ്കിൽ ഈ മുടി വളർത്താൻ ശ്രമിക്കുന്നവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ 2 മാസം 3 മാസം കൂടിയുമ്പോഴൊക്കെ നമ്മൾ മുടി വെട്ടാറുണ്ട്. ചിലവരാണെങ്കിൽ പാർലറിലൊക്കെ പോയിട്ടായിരിക്കും മുടി വെട്ടാറുള്ളത്. അങ്ങനെ മുടി ഇട്ടുന്നവർക്കും കുഴപ്പമില്ല. കാരണം നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ അവർ യൂസ് ആക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ച് മുറിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഈ കത്രികയ്ക്ക് ചിലപ്പോൾ മൂർച്ചയൊന്നും കാണത്തില്ലായിരിക്കും. അപ്പം ഈ മുടി വെട്ടുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് മുടി വെട്ടുവാണെങ്കിൽ തന്നെ മൂർച്ചയുള്ള കത്രിക വെച്ച് മാത്രം ഉപയോഗിച്ച് വേണം നമ്മൾ മുടി വെട്ടാറുള്ളത്. അല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത കത്രിക വെച്ചാണെങ്കിൽ നിങ്ങൾ വെട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്പ്ലിറ്റൻസ് കൂടത്തേ ഉള്ളൂ. അതായത് ആദ്യമേ നമ്മൾ വെട്ടിക്കളയും, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ സ്പ്ലിറ്റൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് മാത്രം നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുക. ഇനിയും നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ചിലർക്കൊക്കെ സ്പ്ലിറ്റൻസ് വരാറുള്ളത്. ചിലർക്കാണെങ്കിൽ താമസിച്ച് സ്പ്ലിറ്റൻസ് വരാറുള്ളത്. പക്ഷേ ചിലർക്ക് പെട്ടെന്നായിട്ട് തന്നെ സ്പ്ലിറ്റൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ ഷാമ്പു യൂസ് ആക്കുക. ഷാമ്പൂവിൻ്റെ കൂടെ തന്നെ കണ്ടീഷണർ കൂടെ യൂസ് ആക്കുക. കാരണം എന്ന് വെച്ചാൽ എക്സ്ട്രാ മോയ്സ്ചർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് സ്പ്ലിറ്റൻസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷാമ്പൂ കണ്ടീഷണറും കൂടെ യൂസ് ആക്കേണ്ടതാണ്. ഈ പെട്ടെന്ന് സ്പ്ലിറ്റൻസ് വരുന്നവരാണെങ്കിൽ ഷാമ്പൂ കണ്ടീഷണറും കൂടെ യൂസ് ആക്കിയിട്ട് വേണം മുടി നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട്.
ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് അഞ്ചാമത്തെ കാര്യമാണ്. അതായത് സ്ട്രൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നവരെ അതല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് ടെമ്പറേച്ചർ എങ്ങനെയാണോ നോക്കിയിട്ട് വേണം യൂസ് ആക്കാൻ. അതായത് ഹൈ ടെമ്പറേച്ചറൊക്കെ ഇട്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി പെട്ടെന്ന് ഡ്രൈ ആകുകയും അവിടെ അപ്പം മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റൻസ് വരാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ്. സ്ട്രൈറ്റേഴ്സും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഒന്ന് ഹൈ ആയിട്ട് തന്നെ ഹൈ ഇട്ട് ഉപയോഗിക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് മീഡിയം ലെവലിലൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് സെറം ഒക്കെ ഇട്ട് വേണം അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നല്ലൊരു സ്പ്ലിറ്റൻസ് വരാനായിട്ട് അവിടെ ചാൻസ് ഏറെയാണ്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആറാമത്തെ കാര്യമാണ്. അതായത് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടി കെട്ടുമല്ലോ, മുടി കെട്ടി വെക്കുന്നില്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് മുടി കെട്ടുന്നത് അത് അവരവരുടെ ഇഷ്ടം, നമുക്ക് എങ്ങനെയാണെങ്കിലും കെട്ടാം. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അതിപ്പോൾ പകലായാലും രാത്രിയിലായാലും ഈ മുഴുവൻ അറ്റം ഉണ്ടല്ലോ, മുഴുവൻ അറ്റം ഒരയാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടി വെക്കാനായിട്ട്. പകലൊക്കെ നമുക്ക് ജസ്റ്റ് പിന്നീടൊക്കെ ചെയ്യാം. രാത്രിയിലാണെങ്കിൽ നമ്മൾ ഹെയർ കെയർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടി നമ്മൾ കെട്ടി വെക്കാറില്ല. അപ്പോൾ കെട്ടി വെക്കുന്നത് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഇപ്പോൾ ചിലവരാണെങ്കിൽ മുടിയാണ് മെടഞ്ഞിടാറുണ്ട്, ചിലവരാണെങ്കിൽ മുടി പൊക്കി കെട്ടാറുണ്ട്. ഞാനാണെങ്കിൽ മുടി പൊക്കി കെട്ടാറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി കെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മുടിയുടെ തുമ്പ് ഒരയാത്ത രീതി വേണം നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുടി കെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ഒരയാത്ത രീതി വേണം കെട്ടാൻ. അപ്പോൾ അങ്ങനെ ഒരയാത്ത രീതി കെട്ടുമ്പോൾ തന്നെ ഏകദേശം സ്പ്ലിറ്റൻസ് ഒക്കെ നമുക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80% നിങ്ങളുടെ സ്പ്ലിറ്റൻസ് മാറാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന റെമഡീസ് ആണ്. നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിക്കുന്ന മുടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റെമഡീസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ റെമഡി എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇയും ഓയിലൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുടിയുടെ തുമ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 2-3 വട്ടം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മാറ്റം നല്ല രീതിയിൽ മനസ്സിലാവാൻ പറ്റും. കാരണം സ്പ്ലിറ്റൻസ് മാറാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് ഈ വിറ്റാമിൻ ഇയും ഈ ഓയിലും കൂടെ മിക്സ് ആക്കി തേക്കുമ്പോൾ പൂർണ്ണമായിട്ട് തന്നെ മാറും. 2-3 വട്ടം നമുക്ക് തേക്കുമ്പോൾ തന്നെ. ഇത് തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് തേച്ചിട്ട് നമുക്ക് കഴുകി കളയുന്നതാണ്. സാധാ പച്ചവെള്ളത്തിൽ തന്നെ കഴുകി കളയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റെമഡി എന്താണെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ ഇയും അതുപോലെ തന്നെ ഈ ഓയിലൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുടിയുടെ തുമ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്ന റെമഡി രണ്ടാമത്തെ റെമഡിയാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മളാണെങ്കിൽ എല്ലാ രാത്രിയിലും നമ്മൾ ഹെയർ കെയർ ചെയ്യലും. അപ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്ത് ഈ സ്പ്ലിറ്റൻസ് വരുന്ന ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി. അതിപ്പോൾ മുടി നനയ്ക്കുന്ന ദിവസമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇപ്പം മുടി പിറ്റേ ദിവസം നനച്ചില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം നമ്മളാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഈ ഓയിൽ മുടിയുടെ തുമ്പിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന റെമഡി 3 ആണ്. അതായത് ഇത് നമുക്ക് പാക്കായിട്ട് യൂസ് ആക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റത്ത് വേണ്ടി മാത്രം നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അതായത് തൈരും പിന്നെ ഓയില് എണ്ണയും കൂടെ യൂസ് ആക്കാം. അതല്ലെങ്കിൽ തൈരും നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലും വെച്ച് നമുക്ക് യൂസ് ആക്കാം. അതല്ലെങ്കിൽ ഇത് 3 കൂടെ യൂസ് ആക്കാം. അതായത് തൈര്, ഓയിലും കറ്റാർവാഴയുടെ ജെല്ലും കൂടെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഇതാണെങ്കിൽ നമ്മൾ പാക്കായിട്ട് യൂസ് ആക്കുകയും ചെയ്യാം. നമുക്ക് ഇതിന് മുഴുവൻ അറ്റത്ത് വേണ്ടി മാത്രം നമുക്ക് യൂസ് ആക്കാം. എന്നിട്ട് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കളയാം. ഷാമ്പു കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ആക്കേണ്ട കാര്യമില്ല. അപ്പം ഇതല്ലാതെ നമുക്ക് സെപ്പറേറ്റായിട്ടും ചെയ്യാം. ഇത് 3 കൂടെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന റെമഡി 4 ആണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടും ഒരു മാറ്റവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, മുടി വെട്ടിക്കളയുന്നത് മാത്രം. അതായത് ഫുള്ള് വെട്ടിക്കളയാനല്ല പറഞ്ഞത്, നമ്മുടെ എവിടെയാണ് സ്പ്ലിറ്റൻസ് ഉള്ളത് അവിടെ മുതൽ നമ്മൾ മുടി താഴേക്ക് വെട്ടേണ്ടതായിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ മുടി വെട്ടാനായിട്ട് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് മുടി വെട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഡീപ്പ് ഓയിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ നമ്മുടെ മുടിയുടെ അറ്റത്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനലിലാണെങ്കിൽ ഒത്തിരി അധികം ഹെയർ കെയർ ടിപ്സ്, ഹെയർ കെയർ പാക്സിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഇതുപോലെ ഹോസ്റ്റലേഴ്സിന് പറ്റിയിട്ടുള്ള ഹെയർ കെയർ ടിപ്സ് എല്ലാം ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കയറി കാണണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, ബൈ.